നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സുന്ദരകാണ്ഡത്തിലെ ലങ്കാമർദ്ദനം. ചെറുതകലയൊരു വിടപി ശിഖരവുമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസ്സി ജിതശ്രമം, പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം അതിനൊരഴിനിലയൊഴിഞ്ഞു സാധിച്ചത സ്വസ്വാമി കാര്യത്തിനന്തരമെന്നിയേ, നിജഹൃദയ ചതുരതയോടപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ, അതിനു മുഹുരഹം അഖില നിശിചരകുലേശനയൻപോടു കണ്ടു പറഞ്ഞു പോയിടണം, അതിനു പെരുവഴിയും ഇതു സുദൃഢമിത് ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ. മിഥില നൃപമകൾ മരുമതി വിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ, കുസുമതല ഫലസഹിത ഗുൽമവല്ലീതരുക്കൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധവും, ജനനിവഹ ഭയജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖിലദിശി ദിവി ഖലു പറന്നുടനാകാശമൊക്കെ പരന്നൊരു ശബ്ദവും, രജനിചരപുരി ചടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യപരാക്രമൻ, ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കവിവീരനെ കാണായി, ഇവൻ അമിത ബലസഹിതൻ ഇടിനിനദമൊച്ചയും എന്തൊരു ജന്തുവിതെന്തിന്നു വന്നതും, സുമുഖിതവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയിലയോ ചൊല്ലടോ, മനസ്സി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും, നിശി തമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരടോ, രജനിചര കുലരചിതമായകളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ, ഭയമിവനെ നികടഭുവി കണ്ടുമൻ മാനസേ പാരം വളരുന്നിതെന്താവതീശ്വരാ, അവനി മകൾ അവരൊടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിടിനാർ, ഒരു വിപിനചരൻ അമിതബല അചലസന്നിഭൻ ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിത് പൊരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ, മുസലധരൻ അനിശമിതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം, ഭുവനമതിലൊരുവരെയും അവനു ഭയമില്ലഹോ പോയീലവൻ അവിടുന്നിനിയും പ്രഭോ,
ദശവദനനിധി രജനിചരികൾ വചനം കേട്ടുതെന്ത ശൂകോപമക്രോധ വിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവനേതു എളിയവനല്ലെന്നു നിർണയം. നിശിത ശരകുലിശ മുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ. നിശിചരകുലാധിപാജ്ഞാകരന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലമൊടും അവനി മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്തതു കേട്ടു രാക്ഷസർ. സഭയതര ഹൃദയമഥ മോഹിച്ചു വീണിതു സംഭ്രമത്തോടടുത്തിടിനാർ പിന്നെയും. ശിതവിശിഖമുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വിരവിനോടുയർന്നു ജിതശ്രമം മുൽഗരം കൊണ്ടു താടിച്ചൊടുക്കിയിടിനാൻ. നിയുത നിശിചരനിധന അനിശ നിശമനദശാന്തരേ നിർഭയം ക്രുദ്ധിച്ചു നക്തഞ്ചരേന്ദ്രനും അഖിലബല പതിവരിലൈവരെ ചെല്ലുകന്നത്യന്തരോക്ഷാൽ നിയോഗിച്ചനന്തരം. പരമരണ നിപുടനോടെതിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തദനു ദശവദനൻ ഉദിതക്രുധാ ചൊല്ലിനാൻ തൽബലമത്ഭുതം മൽഭയോത്ഭൂതിതം. പരിഭവമൊടമിതബല സഹിതമഭി ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. ഇവനെ മമ നികടഭുവി ചടിതി സഹജീവനോടിന്നു ബന്ധിച്ചു കൊണ്ടൊന്നു വച്ചിടുവാൻ മഹിതമതിബല ഒരുമിച്ചുടൻ മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ ഭൃശം. ദശവദന വചന നിശമന ബല സമന്വിതം ദണ്ഡമുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതരമലറി നിജകരമതിലെടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാരടുത്താർ കവീന്ദ്രനും. ഭുവനതലമുലയ മുഹുരലറി മരുവും വിധൗ ഭൂരിശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം. അനിലജനും അവരെ വിരവോടു കൊന്നിടിനാനാശു ലോഹസ്തംഭ താടനത്താലഹോ. നിജ സജീവതനയരെഴുവരും അമിത സൈന്യവും നിർജരലോകം ഗമിച്ചതു കേൾക്കയാൽ മനസി ദശമുഖനുമൊരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനി ഒരുവൻ ഇവനോടു ജയിപ്പതിനില്ല മറ്റിങ്ങനെ കണ്ടീല മറ്റു ഞാൻ ആരെയും. ഇവരൊരുവരെതിരിടുകിൽ അസുരസുരജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. അവർ പലരുമൊരു കവിയൊടേറ്റു മരിച്ചിതിന്നയ്യോ സുഹൃതം നശിച്ചിതു മാമകം. ഫലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടു തൊഴുതിളയ മകനു മുറ ചെയ്തിതു വീരവും സാമിതം യോഗ്യമല്ലേതുമേ. അലമലമിതറിയിൽ അനുചിതമഖില ഭൂഭൃതാമാത്മഖേദം ധൈര്യശൗര്യ തേജോഹരം അരിവരന നിമിഷമിഹ കൊണ്ടു വരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ. കവിവരനും അതു പൊഴുതു തോരണമേറിനാൻ കാണായി ദക്ഷകുമാരന് സന്നിധൗ. ശരനികര ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനുമതു നേരം. മുനിവിനൊടു ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവിനൊടു ചെന്നു പുക്കിയിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ. വിബുധകുലരിവു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി അമരപതിജിതം അമിതബല സഹിതമാത്മജമാത്മഖേദത്തോടണച്ചു ചൊല്ലിയിടിനാൻ. പ്രിയതനയ ശൃണു വചനമിഹ തവ സോദരൻ പ്രേതാധിപാലയം പുക്കതു കേട്ടീലേ. മമ സുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിനയച്ചിടുവാൻ ത്വരിതമഹമതുലബലമോടു പോയിടുവൻ ത്വൽക്കനിഷ്ടോദകം പിന്നെ നൽകിയിടുവൻ. ഇതി ജനകവചനമലിവോടു കേട്ടാദരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടിനാൻ തൽക്ഷണേ.
ത്യജ മനസ്സി ജനക തവ ശോകം മഹാമതേ. തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കവേ. മരണവിരഹിതനവനതിനില്ല സംശയം. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ. ഭയമിവനു മരണകൃതമില്ലെന്നു കാൺകിൽ ഞാൻ. ബ്രഹ്മാശ്രമെയ്തു ബന്ധിച്ചു കൊണ്ടിടുവൻ. ഭുവനതലമഖിലമരവിന്ദോത്ഭവാദിയാം പൂർവദേവാരികൾ തന്ന വരത്തിനാൽ വലമഥനമഭി യുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതും അത്ഭുതം. അതു കരുതുമളവിലിഹ നാണമാമെത്രയും ഹന്തുമശക്യോപി ഞാൻ അവിളംബിതം. കൃതിഭിരവി നികൃതിഭിരവി ജന്മനാവിവാ കൃച്ഛ്രേണ ഞാൻ ത്വൽ സമീപേ വരുത്തുവൻ. സപതി ബിപതു ബഹദമിഹ പ്രമദാകൃതം സമ്പദ്വിനാശകരം പരം നിർണയം. സസുഖമിവ ഇഹ നിവസമയി ജീവതിത്വം വൃഥാ സന്താപമുണ്ടാകരുതു കരുതുമാം. ഇതി ജനകനോടു നയഹിതങ്ങൾ സൂചിച്ചുടനിന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖധനുരാദികൾ കൈക്കൊണ്ടു രാമദൂതം ജേതുമാശു ചെന്നിടിനാൻ. ഗരുഡനിഭനഥ ഗഗനമുൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം. ബാഹുബലവീര്യവേഗങ്ങൾ കാൺകയാൽ പവനസുത ശിരസി ശരമഞ്ചുകൊണ്ടെയ്തിതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. അഥ സപതി ഹൃദി മുട്ടുകൊണ്ടെയ്തു മറ്റാറു ബാണം പദങ്ങളിലും തഥാ. ശിതവിശിഖമധികതരമൊന്നു വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തദനു കപികുല തിലകനമ്പുകൊണ്ടാർത്തനായി സ്തംഭേണ സൂതനെ കൊന്നിതു സത്വരം. തുരകയുധരക്തവുമഥ ചടിതി പൊടിയാക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിനാദനും. അപരമൊരു രഥമധിക വിതതമുടനീറി വന്നസ്ത്രശസ്ത്രൗഖ വരിഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും. അതിനുമൊരു കെടുതിയവനില്ലെന്നു കാൺകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. അനിലജനും അതിനെ ബഹുമതിയുടനാദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. ദശവദനസുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. പവനജനു മനസ്സിനൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാനകർമ്മകൃത ബന്ധനം ക്ഷണാൽ. സുചിരവിരചിതമഭി വിമുച്ച ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. രഘുതിലക ചരണയുഗമകതളിരിൽ വച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കു മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിതകര ചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. പലരും അതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ബലമിയലും അമരരിവു കെട്ടിക്കിടന്നിഴും ബ്രഹ്മാസ്ത്രബന്ധനം വേർപെട്ടതപ്പോഴേ. വ്യഥയും അവനകതളിരിലില്ല എന്നാകിലും ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞിലവൻ. നിശിചരരെടുത്തു കൊണ്ടാർത്തു പോകും വിധവു നിശ്ചലനായി കിടന്നാൻ കാര്യഗൗരവാൽ. ഹനുമാൻ രാവണസഭയിൽ. അനിലജന നിശിചരകുലാധിപൻ മുമ്പിൽ വച്ചാതി തേയാധിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരര രണശിരസി കൊന്നവനാശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനക തവ മനസി സജീവന്മാരുമായി നിച്ചെമ്മേ വിചാര്യ കാര്യം നീ വിധീയതാം. പ്ലവകകുലവരനറിക സാമാന്യനല്ലിവൻ പ്രത്യർത്ഥിവർഗത്തിനെല്ലാം ഒരന്തകൻ.
നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും പ്രഹസ്തനോടോർത്തു ചൊല്ലിയിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നുമെങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവും മനിശമിതു കാക്കുന്നവരെയും ഊക്കോടു മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനൊടിനി വിരവിനോട് ചോദിക്ക നീ എന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രഹസ്തനും. പവനസുതനോടു വിനയനയ സഹിതമാദരാൽ പപ്രച്ഛ നീ ആരയച്ചു വന്നു കവേ. നൃപസദസി കഥയ മമ സത്യം മഹാമതേ, നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം. ഭയമഖിലമകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്ക നീ. അനൃതവചനവും അലമധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കലില്ലടോ. നിഖില നിശിചരകുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടെ കേട്ടു വായുതനയനും മനസി രഘുകുലവരനെ മുഹുരഭി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതിവിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ. ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ ഭുജകുലപതി ശയനം അമലനഖിലേശ്വരൻ പൂർവദേവാരാദിഭുക്തി മുക്തിപ്രദൻ പുരമഥന ഹൃദയമണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ ഭൂത പഞ്ചാത്മകൻ ഭുജകുലരിപുമണി രഥധ്വജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംമിതൻ നിജ ജനകവചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു. ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടീലേ. തവ മരണമിഹ വരുവതിനൊരു കാരണം താമരസോത്ഭവകൽപ്പിതം കേവലം. തദനു ദശരഥ തനയനും മതംഗാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപതനയന അനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതിസുതനയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ. അടിമലരിൽ അവനമനമഴകിനൊടു ചെയ്തവൻ ആധിപത്യം കൊടുത്താധി തീർത്തിയിടിനാൻ. അതിനവനും അവനിതനയ അന്വേഷണത്തിനായാശകൾ തോറും ഏകൈക 100,000 പ്ലവകകുല പരിവൃഢര ലഘുതരമയച്ചതിലേഖനഹൻ ഇഹ വന്നു കണ്ടിടിനേൻ. വനജ വിടപികളയുടനുടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. ഇകളിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതുമെന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതളിരില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായി ത്വൽഭൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. തവ തനയ കരകളിത വിധി വിശിഖപാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കാക്ഷണം. കമലഭവമുഖ സുരവര പ്രഭാവേന മേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാ. പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബദ്ധഭാവേന വന്നിടിനേനത്ര ഞാൻ. അതിനുമിതു പൊഴുതിലൊരു കാരണമുണ്ടു കേളദ്യഹിതം തവ ഭക്തുമുദ്യുക്തനായി. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. അതു ജഗതി കരുതു കരുണാത്മനാം ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനാം മോക്ഷദം. മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടൊലാ മോഹമഹാംബുധൗ. ത്യജ മനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യമായുള്ളതു സംസാരകാരിണി. അമൃതഘന വിമല പരമാത്മബോധോചിതമത്യുത്തമാന്വയോത്ഭുതനല്ലോ ഭവാൻ.
കളഗതവ ഹൃദി സപതി തത്വബോധേന നീ കാമകോപദ്വേഷലോഭമോഹാദികൾ കമലഭവസുത തനയന നന്ദനനാകയാൽ കർപ്പുരഭാവം പരിഗ്രഹിയായിക നീ ധനുജസുര മനുജ ഖഗമൃഗ ഭുജഗഭേദേന ദേഹാത്മബുദ്ധിയ സന്ധ്യജിച്ചിടു നീ പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലറികടോ അമൃതമയൻ അജൻ അമലൻ അദ്വയൻ അവ്യയൻ ആനന്ദപൂർണനേകൻ പരൻ കേവലം നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിയമപര നിലയൻ അനന്തനാദ്യൻ വിഭു നിത്യം നിരാകാരനാത്മാ പരബ്രഹ്മം വിധി ഹരിഹരാദികൾക്കും തിരിയാതവൻ വേദാന്തവേദ്യൻ അവേദ്യൻ അജ്ഞാനിനാം സകല ജഗതിതമറികമായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡമഖില ജഗതി ഹിതം അനിത്യമറിക നീ ജന്മജ രാമരണാദി ദുഃഖാന്വിതം അറിവതിനു പണി പരമപുരുഷമറിമായങ്ങളാത്മാനമാത്മനാ കണ്ടു തെളിക നീ പരമഗതി വരുവതിനു പരമരുപദേശവും പാർത്തു കേട്ടിടു ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരുമകമകലും അളവതി വിശുദ്ധമായാശു തത്വജ്ഞാനവും ഉദിക്കും ദൃഢം വിമലതര മനസി ഭഗവത് തത്വ വിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനിജര വനദഹന മന്ത്രാക്ഷരദ്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതി സപതി നിജ ഹൃദി വിഹായ നിത്യം മുദാ രാമപദധ്യാനമുള്ളിലുറയ്ക്കയും അറിവ് ചെറുതക തളിരിലൊരു പുരുഷനുണ്ടെങ്കിലാഹന്ത വേണ്ടുന്നതാകയാൽ ആശു നീ ഭജഭവഭയാവഹം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമഥന ചരണ സരസിജയുഗളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചുകൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവൊടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കു നീ പരധന കളത്ര മോഹേന നിത്യം വൃഥാ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടല നളിനദല നയനമഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിഹ ചരണകമല കമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിൽ അവനു ഭൂതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളിതോർക്കെടൂ സത്യം മയോക്തം വിരിഞ്ചാതി സമ്മതം അമൃതസമവചനമിതി പവന തനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലുമഥ കനൽ ചിതറുമാറുടൻ നന്നായുരുട്ടിമിഴിച്ചു ചൊല്ലിയിടിനാൻ തില സദൃശം ഇവനെ ഇനി വെട്ടിനുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടീല മറ്റാർക്കുമേ മമ നികടഭൂമി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവന്നു കാൺമാനില്ല പാപിയായൊരു ദുഷ്ടാത്മാ ഷഠനിവൻ കഥയ മമ രാമനെന്നാരുജൽ കാനനവാസി സുഗ്രീവനെന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്ത ദുഷ്ടനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ടുദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവു തവ മനസ്സി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളോരു രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കസ്മല പവനസുതവചനമിതി കേട്ടു ദശാസ്യനും
പാർശ്വസ്ഥിതന്മാരോടൊരാശു ചൊല്ലിയിടിനാൻ. ഇവിടെ നിശിചരരൊരുവരായുധപാണിയായില്ലയോ, കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ. അതു പൊഴുതിലൊരുവൻ അവനോടടുത്തിടിനാൻ. അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവിൻ. ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നിതു രാഘവൻ. അതിനു പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം. ഇത് സദസി ദശവദന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ. ലങ്കാദഹനം. വദനമഭികരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ചടിതി വസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും. രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ നിഖിലദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതകനിവനറിയ നിസ്തേജനെന്നുതൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. ദശവദന വചനമിതു കേട്ടു രക്ഷോകുലം ദീനത കൈവിട്ടു വാദാത്മജന്റെ വാൽ. തിലരസഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതരച്ചുറ്റും ദശാന്തരേ. അതുലബലൻ അജലതരം അവിടെ മരുവീടിനാൻ. അത്യായത സ്ഥൂലമായതുവാൽ തഥാ വസനഗണമഖിലവും ഒടുങ്ങിച്ചമഞ്ഞിതുവാലും അതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞു കണ്ടൊന്നു ചുറ്റിയിടിനാൻ. അതുമുടനൊടുങ്ങി വാൾ ശേഷിച്ചു കണ്ടളമങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജഹൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുകജാലവും ചുറ്റിനാർ. നികൃതി പെരുദിവന് വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും. അലമലമിതമിലം അമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി. വിനാശത്തിനെന്നാർ ചിലർ അനലമിക വസനമിതിൽ അനലമിനിവാലധിക്കാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരും അതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശേ പുരന്തരാരാദികൾ ബലസഹിതം അബലമിവരജ്ജു ഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കവിവരം. കിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം ഗത്വാ പുരവരം. പറകളയും ഉടനുടനറഞ്ഞറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനും അതികൃശശരീരനായിടിനാൻ. പാശവും അപ്പോൾ ശിഥിലമായി വന്നിത്. ബലമൊടവൻ അതിചപലം അചല നിഭഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരിഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടു രസുമള ഉയരമിയലുന്ന രത്നോത്തുംഗ സൗദ്ധാഗ്രമേറിമേ വീടിനാൻ. ഉദവസിത നികരമുടനുടനു ഉപരിവേഗമോടുൾപ്ലിത്യ പിന്നെയും ഉൾപ്ലുത്യ സത്വരം. കനകമണിമയ നിലയമഖില അനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയോടവൻ അചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരകരഥ ബലപദാദികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള ഹർമ്യങ്ങളും അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തഥാ. വിബുധപതിയൊടു നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹമികാധിയാ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നു ചെന്നു മുതാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജഗൃഹമിന്നിയേ മറ്റുള്ള ദേവാരിയേഹങ്ങൾ ബന്ധുകൂടി ജവം. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ
നികരമതുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. ചിഗുരഭരവസന ചരണാദികൾ വെന്താശു ജീവനും വേർപെട്ടു ഭൂമൗ പതിക്കയും ഉടലുരുകിയുടൻ ഉഴറിയലറിപ്പാഞ്ഞുമുന്നതമായ സൗധങ്ങളിലേറിയും ദഹനനുടൻ അവിടെയുമടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനക പ്രാണനാഥ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ. മരണമുടനുടലുരുകി മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയ്യോ ശിവ ശിവ. ദുരിതമിതു രജനി ചരവര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ. പരധനവും അമിത പരതാരങ്ങളും ബലാൽ പാപി ദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോം. അറിയിലനുചിതമതു മതേന ചെയ്തിടായി വിനാരുമതിൻ്റെ ഫലമിതു നിർണയം. മനുജ തരുണിയെയൊരു മഹാഭാവി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ. സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം. മദന ശരപരവശതയൊടു ചപലനായിവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കരബലമൊടനുദിനമണഞ്ഞു പിടിച്ചതികാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ. അവർ മനസ്സി മരുവിന തപോമയ പാവകനദ്യരാജ്യേ പിടിപെട്ടിതു കേവലം. നിശിചരികൾ ബഹുവിധമോരോന്നീ പറകയും നിൽക്കും നിലയിലേ വെന്തു മരിക്കയും. ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും. രഘുകുലവരേഷ്ടദൂതൻ ത്രിയാമാചര രാജ്യമെഴുന്നൂറ് യോജനയും ക്ഷണാൽ സരസബഹുവിഭവയുധ ഭോജനം നൽകിനാൻ. സന്തുഷ്ടനായിതു പാവകദേവനും ലഘുതരം അനിലതനയൻ അമൃതനിധി തന്നിലെ ലാങ്കൂലവും തച്ചു തീ പൊലിച്ചിടിനാൻ. പവനജനുദഹനനഭി ചുട്ടതില്ലേതുമേ പാവകനിഷ്ഠ സഖിയാക കാരണം. പതിനിരതയാകിയ ജാനകീദേവിയാൽ പ്രാർത്ഥിതനാകയാലും കരുണാവശാൽ അവനിതനേനാ കൃപാവൈഭവം അത്ഭുതം അത്യന്ത ശീതളനായിതു വന്നിയും. രജനി ചരകുല വിപിന പാവനനാകിയ രാമനാമസ്തുതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു. തദഭിമതകാരിയായുള്ള ദൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ. ഭവതി യതി മനുജജനനം ഭുവി സാമ്പ്രതം പങ്കജലോചനനെ ഭജിച്ചിടുവിൻ. ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതതാപാപഹം. തദനു കവികുലവരനും അവനിതനയാപദം താണു തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവനക്കരയ്ക്കാജ്ഞാപയാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനും അരുണജനുമായി ദ്രുതമാഗമിച്ചിടും അനന്തസേനാസമം. മനസി തവ ചെറുതു പരിതാപമുണ്ടാകൊലാ മത്ഭരം കാര്യമിനി ജനകാത്മജേ. തൊഴുതമിത വിനയമിതി ചൊന്നവൻ തന്നോടു ദുഃഖം ഉൾക്കൊണ്ടു പറഞ്ഞിതു സീതയും. മമ രമണചരിതമുര ചെയ്ത നിന്നെ കണ്ടു മാനസതാപമകന്നിതു മാമകം. കഥമിനിയുമഹമിഹ വസാമി ശോകേന മൽക്കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാ. ജനക നൃപദുഹൃദുഗിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊടുതു ചൊല്ലിയിടിനാൻ. കളകശുചമിനി വിരഹമല അലമതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി. തവ രമണ സവിധമുപഗമ്യ യോജിപ്പിച്ചു താപമശേഷമദ്യൈവ തീർത്തിടുവൻ. പവനസുതവചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിയിടിനാൾ. അതിനു തവ കരുതും അളവില്ലൊരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമദ്യമേ. ശുഭചരിതൻ അതിബലമൊടാശു ദിവ്യാസ്ത്രേണ ശോഷണബന്ധനാദ്യൈരവിസാഗരം. കവികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോകാശുമാം.
മറിവടൊരു നിശിരഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാദൃഢം. രഘുകുലജവരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ. അതിരഭസമയി തനയ വേല ചെയ്തിടു നീ, അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ. ഇതി സദയം അവനോടരുൾ ചെയ്തയച്ചിടിനാൾ ഇന്ദിരാദേവിയും. പിന്നെ വാതാത്മജൻ തൊഴുതഖില ജനനിയൊടു യാത്ര വഴങ്ങിച്ചു. തൂർണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ഹനുമാന്റെ പ്രത്യാഗമനം. ത്രിഭുവനവുമുലയമുഹുരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു. പവനസുതൻ അതിനു നഹി സംശയം, മാനസേ പാർത്തുകാൺ കൊച്ച കേട്ടാലറിയാമതും. കവിനിവഹമിതി ബഹുവിധം പറയും വിധൗ കാണായിതദ്രിശിരസി വാതാത്മജം. കവിനിവഹ വീരരെ കണ്ടിതു സീതയെ, കാകുത്സവീരൻ അനുഗ്രഹത്താലഹം. നിശിചരവരാലയമാകിയ ലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചതു. വിബുധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിതു. ചടിതി ദശരഥസുതനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പവതാദികളെ നടന്നിടുവിൻ. അതു പൊഴുതു പവന തനയനെയും അവനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ചലം. കുതുകമൊടു കപിനിജയം അനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാർത്തു വിളിച്ചു പോയിടിനാർ. പ്ലവകകുല പരിവൃഢരുമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടു മേവീടിനാൻ. കുസുമദല ഫലമധുല ലതാതരു പൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുധിത പരിപീഡിതരായ കവികുലം ക്ഷുദ്വിനാശാർത്ഥമാർത്യാ പറഞ്ഞിടിനാർ. ഫലനികര സഹിതമിഹ മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ. തരണിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം. അതിനനുവദിച്ചരുളേണമെന്നാശ പൂണ്ടങ്കദനോടപേക്ഷിച്ചോരനന്തരം. അതിനവനും അവരോടുടൻ ആജ്ഞയ ചെയ്കയാൽ ആശു മധുവനം പുക്കിതെല്ലാവരും. പരിചൊടതിമധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. ദധിമുഖനു മനിശമധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ. ദധിവദന വചനമൊഴു നിയതമതു കാക്കുന്നദണ്ഡധരന്മാരെടുത്തു തടുക്കയാൽ. പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാർ അവരും അതിദ്രുതം ത്വരിതമഥദധിമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ. തവ മധുവനത്തിനു ഭംഗം വരുത്തിയാർ താരേയനാദികളായ കവിബലം. സുചിരമതു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേന വാണേനഹം. വലമഥനസുത തനയനാദികളൊക്കവേ വന്നു മൽഭൃത്യജനത്തെയും വെന്നുടൻ. മധുവനവും ഇതു അഴിച്ചിതെന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസി മുഹുരഭി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോടു ചൊല്ലിയിടിനാൻ. പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം. മധുവനമതല്ലയെന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ. അവരെ വിരവൊടു വരുവതിന്നു ചൊല്ലങ്ങു ചെന്നാത്മനി ഖേദിക്ക വേണ്ട വൃഥാ ഭവാൻ. അവനുമതു കേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോടു സാദരം. അനിലതനയാംഗത ജാമ്പവതാദികളഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ. പുനരവരുമതു പൊഴുതു വാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നാശു ചെന്നിടിനാർ. പുകൾ പെരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ. പുരമഥനഹൃതി മരുമഖില ജഗതീശ്വരൻ പുഷ്കരനേത്രൻ പുരന്തര സേവിതൻ. ഭുജഗപതി ശയനം അമലൻ ത്രിജഗൽ പരിപൂർണൻ പുരുഹൂത സോദരൻ മാധവൻ.
നിവഹാസനവാഹനൻ കേശവൻ പുഷ്കരപുത്രീ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാഘ്രിദ്വയൻ പുഷ്കര സംഭവപൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സദാംബതി മൽപതി പുഷ്കരബാന്ധവപുത്ര പ്രിയസഖി ബുധജനഹൃദസ്ഥിതൻ പൂർവദേവാരാദി പുഷ്കരബാന്ധവ വംശസമുത്ഭവൻ ഭുജബലവതാംബരൻ പുണ്യജനാന്തകൻ ഭൂപതിനന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതലപാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യജനാർച്ചിതൻ ഭുജഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്പബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകരപുത്രനും സൗമിത്രിയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപിനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥഹരീശ്വരൻ തന്നെയും വന്നിച്ചു പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ. കനിവിനോട് കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടമെന്നിയെ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനയനും സാദരം ശിഥിലതര ചിഗുരമുട ചോഗവനികയിൽ ശിംശവാമൂലദേശേ വസിച്ചിടിനാൾ അനശനമുടതികൃശരീരയായ അന്വഹമാശര നാരീ പരിവൃതയാശുജാ അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും വാർത്തു വാർത്തയ്യോ സദാ രാമ രാമേതി മന്ത്രവും മുഹുരവി ജപിച്ചു ജപിച്ചു വിലാപിച്ചു മുക്താംഗിമേവുന്ന നേരത്തു ഞാൻ തഥാ അതികൃശരീരനായ വൃക്ഷശാഖാന്തരേ ആനന്ദമുൾക്കൊണ്ടിരുന്നേനനാകുലം തവ ചരിതം അമൃതസമം അഖിലമറിയിച്ചത തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജഭുവിരഹിതയായി മരുവും വിധൗ ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവൃസുതനോട് ചടിതി സഖ്യമുണ്ടായതും സംക്രന്ദനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഘമാശു നിയുക്തമായിടിനാർ. അഹം അവരിലൊരുവൻ ഇവിടേക്കു വന്നിടിനേനർണവം ചാടിക്കടന്നതിവിദ്രുതം രവിതനയ സജീവൻ അഹമാശുകനന്ദനൻ രാമദൂതൻ ഹനുമാനെന്നു നാമവും ഭവതിയെയുമിഹ ചടിതി കണ്ടുകൊണ്ടേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃശം പത്മജാലോകനം പാപവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകി മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന മേ ശ്രാവിതം ശ്രീമതാമഗ്രേസരനവൻ നിർണയം മമ നയനയുഗളപഥമായാതു പുണ്യവാൻ മാനവവീരപ്രസാദേന ദൈവമേ. വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമുഴു തൊഴുതടിയിൽ വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറക നീയാരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയാ ദേവവൃത്താന്തങ്ങൾ കഞ്ചതളാക്ഷിയും വിശ്വസിച്ചിടിനാൾ. അതു പൊഴുതിലക തളിരിലാൽ ആഴൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ഗളഭുവി മുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിയിടിനാൾ. തവ ചരിതം അഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കപിസേനയോടും ദ്രുതം വയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടു വന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകമയോധ്യാപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതുമേ.
ദശരഥസുതന്നു വിശ്വാസാർത്ഥമായിനി ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരൊരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസസിദ്ധയേ. അതും അവനിസുതയൊടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ. കമലമുഖി കനിവിനോടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഗര നികരേണ പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊൽകെന്നു ചൊല്ലിനാൾ. തതനു പലതരം ഇവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നും മരുവും ദശാന്തരേ ബഹുവിധ വജോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടൻ അഴകൊടു വാങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശിചര കുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിനുടൻ. പരിഭവമുടൽ കരുതി വന്ന നിശാചര പാപികളെ കൊല ചെയ്തേന സംഖ്യകം. ദശവദനസുതനെ മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിനയച്ചിടിനേൻ. അഥ ദശ മുഖാത്മജ ബ്രഹ്മാസ്ത്രബദ്ധനായ ശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചതു ബദ ലങ്കാപുരം പിന്നെയും ദേവി തൻ പദം വിഗത ഭയം അടിയണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവ ചരണനളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാനിധേ പാഹിമാം പാഹിമാം. ഇതി പവനസുതവചനമാഹന്ത കേട്ടളവിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിയിടിനാൻ. സുരജനസുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നെ നിനക്കു ഞാൻ. പ്രണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭിരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാനാദരാൽ. ഉരസിമുഹുരഭിമുഹുരണച്ചു പുൽകീടിനാനോർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം. ഭുവനതലമതിലൊരുവൻ ഇങ്ങനെയില്ലഹോ പൂർണ്ണ പുണ്യൗക സൗഭാഗ്യമുണ്ടായടോ. പരമശിവനിതി രഘുകുലാധിപൻ തന്നെ പാവനയായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയണമേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. ഹനുമാൻ വന്നത് സീതാദേവിയെ അന്വേഷിച്ചാണ്. ദേവിയെ കണ്ട് കാര്യങ്ങൾ അറിയിച്ചു, മോതിരം നൽകി. തിരികെ രാമന് നൽകുന്നതിന് ചൂടാമണി വാങ്ങി അടയാളവാക്യം കേട്ടു. ഇനി മടങ്ങിപ്പോകണ്ടേ? ഹനുമാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ദൂതൻ വന്ന കാര്യം രാവണനെ അറിയിക്കേണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഉത്തമ ദൂതനാകും? എങ്കിൽ പിന്നെ കണ്ടിട്ട് തന്നെ കാര്യം. അതിനെന്ത് ചെയ്യണം? ആ പൂങ്കാവനത്തിൽ ദേവി ഇരിക്കുന്നതിനടുത്തുള്ള വൃക്ഷമൊഴിച്ച് ബാക്കി വൃക്ഷങ്ങളെല്ലാം ഒടിച്ചും പിഴുതും പറിച്ചും ഒക്കെ വീഴ്ത്തി. അവിടെ കുടിപാർത്തിരുന്ന പക്ഷിഗണങ്ങളെല്ലാം ഭയന്ന് പറന്നുപോയി. കടകട എന്ന് പറന്നുപോയി. ഈ ബഹളം കേട്ടുണർന്ന രാക്ഷസികൾ സീതയോട് ചോദിച്ചു, ഇതേതവനാ ഈ പരാക്രമമൊക്കെ കാണിക്കുന്നത്? നിന്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടല്ലോ. ദേവി പറഞ്ഞു, രാക്ഷസരുടെ മായാജാലങ്ങൾ എനിക്കെങ്ങനെ അറിയാം? അവർ ഓടിച്ചെന്ന് രാവണനെ വിവരമറിയിച്ചു. അവിടെ എത്തിയ രാക്ഷസ ഭടന്മാരെ എല്ലാവരെയും ഹനുമാൻ കൊന്നത് കേട്ട് മന്ത്രിസുതന്മാരെയും സേനാധിപന്മാരെയും എല്ലാം അയച്ചു. അവരെല്ലാം കൊന്നുകളഞ്ഞു. അവസാനം രാവണൻ്റെ ഇളയ മകനായ അക്ഷകുമാരൻ ചെന്നു. വലിയ വീരനാണ്. ഹനുമാൻ വന്ന് എല്ലാവരെയും വധിച്ചു. ഇത് കണ്ട് രാവണൻ്റെ മൂത്തപുത്രനായ ഇന്ദ്രജിത്ത്, മേഘനാഥൻ എന്ന് പറഞ്ഞവൻ, താൻ തന്നെ ചെന്ന് ബ്രഹ്മാസ്ത്രമെയ്ത് ബന്ധിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു ചെന്നു.
ഇത്രയും മിടുക്കന്മാരായ സൈനികരെ എല്ലാം ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയ ഈ വാനരൻ ചില്ലറക്കാരനല്ലെന്ന് കണ്ട ഇന്ദ്രജിത്ത് അനേക സമയം നടന്ന യുദ്ധത്തിന് ശേഷം ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ബന്ധിച്ച് കൊണ്ടുപോയി. പോകുന്ന വഴി കൂടെയുള്ള രാക്ഷസർ കയർ കൊണ്ടുകൂടി കെട്ടിയിട്ടപ്പോൾ ബ്രഹ്മാസ്ത്രബന്ധനം അഴിഞ്ഞുപോയി. എന്നാൽ ഹനുമാൻ കെട്ടപ്പെട്ടവനെ പോലെ തന്നെ അഭിനയിച്ച് അവിടെ കിടന്നു. രാക്ഷസന്മാർ ആർത്ത് വിളിച്ച് ഹനുമാനെ എടുത്തുകൊണ്ടുപോയി രാവണന് മുമ്പിൽ കൊണ്ടുചെന്ന് വെച്ചു. രാവണൻ മന്ത്രിയായ പ്രഹസ്തനോട് പറയുന്നു, എന്തിനാണ് ഇവൻ വന്നതെന്നും എവിടുന്ന് വന്നെന്നും എന്തിനാണ് ഈ രാക്ഷസരെയൊക്കെ കൊന്നതെന്നും ആരുടെ ദൂതനാണെന്നും ചോദിക്കൂ എന്ന് പ്രഹസ്തനോടാണ് പറയുന്നത്. ഹനുമാൻ മറുപടി പറയുന്നു, ഞാൻ പൂജ്യനായ രാമൻ്റെ ദൂതനാണ്. പിതാവിൻ്റെ ആജ്ഞ പാലിക്കാൻ രാമനും ലക്ഷ്മണനും ജാനകിയും കൂടി കാട്ടിൽ താമസിക്കുമ്പോൾ നീ ചെന്ന് ജാനകിയെ കട്ടുകൊണ്ടു പോന്നില്ലേ? നിന്റെ മരണത്തിനു വേണ്ടി ബ്രഹ്മാവെടുത്ത തീരുമാനമാണത്. അതിനുശേഷം സുഗ്രീവനുമായി സഖ്യം ചെയ്തു, ബാലിയെ വധിച്ചു, കിഷ്കിന്ധ സുഗ്രീവന് നൽകി. പിന്നെ നാനാഭാഗത്തും സീതയെ തേടി വാനരന്മാരെ നിയോഗിച്ചു. അതിൽ ഒരുവനാണ് ഞാൻ. പിന്നെ ഉപവനം നശിപ്പിച്ചത് ഒരു വാനര ചാപല്യം. രാക്ഷസരെ കൊന്നത് അവരെന്നെ കൊല്ലാൻ വന്നതുകൊണ്ട്. എല്ലാവർക്കും പ്രാണനിൽ ഭയമില്ലേ? പിന്നെ നിനക്ക് നല്ലത് വരാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കുറേ സത്സംഗം നടത്തുന്നു. വല്ലവരുടെയുമൊക്കെ ധനത്തെയും ഭാര്യയെയും ഒന്നും മോഹിക്കാതെ രാമനെ സേവിക്കുക. അവനിൽ ഭക്തിയുണ്ടായാൽ എല്ലാം ക്ഷമിക്കും. ഇനിയൊരു ജന്മമുണ്ടാകാതെ പരമഗതിയും ലഭിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് രാമനെ കീർത്തിച്ച് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രോഷമടക്കാനാവാതെ രാവണൻ അലറി, ഇങ്ങനെയൊക്കെ എന്നോട് പറയാൻ ഇവന് എങ്ങനെയാണ് ധൈര്യം വന്നത്? രാമനാരാ? ഈ സുഗ്രീവനാരാ? അവരെയും ജാനകിയെയും നിന്നെയും ഒക്കെ ഞാനിപ്പോൾ തന്നെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞ രാവണനോട്, നിന്നെപ്പോലെ 100 പേർ വന്നാലും എൻ്റെ ചെറുവിരലിന് പോലും മുക്കില്ല എന്ന് പറഞ്ഞ് ഹനുമാനും രോഷം കൊണ്ടു. ഇവനെ കൊല്ലൂ എന്ന് ഗർജിച്ച രാവണനോട് രാവണ സഹോദരനായ വിഭീഷണൻ പറഞ്ഞു, ദൂതനെ കൊല്ലുന്നത് തെറ്റല്ലേ? ഇവനെ എന്തെങ്കിലും അടയാളമുണ്ടാക്കി വിടുകയല്ലേ നല്ലത്. എന്നാലല്ലേ രാമൻ കാര്യം അറിയുള്ളൂ. അതിനെന്താ ചെയ്യണ്ടേ? വാനരന്മാർക്ക് കയ്യും കാലും ഒന്നുമല്ല, വാലാണ് ബലമായുള്ളത്. വാലിന് തീ കൊളുത്തി ഇതിലേക്ക് കൊണ്ടു നടക്കാം. തിരിച്ചു ചെല്ലുമ്പോൾ വാലില്ലാത്ത ഇവനെ കുരങ്ങന്മാർ കൂടെ കൂട്ടില്ല. ഉടൻ തന്നെ കുറേ തുണി കൊണ്ടുവന്നു, എണ്ണ കൊണ്ടുവന്നു. എത്ര തുണി ചുറ്റിയിട്ടും വാല് കെട്ടാൻ പറ്റുന്നില്ല. കാരണം ഇത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹനുമാൻ. എത്ര തുണി എടുത്തിട്ടും തികയുന്നില്ല. ഓ, ഇതെന്താ ആശ്ചര്യം! ഇവൻ ഏതോ ദിവ്യനാണ്, നമുക്ക് നാശത്തിനാണെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ഏതായാലും ഉള്ളത് വെച്ച് തീ കൊളുത്തി ആകെ കയറിട്ട് കെട്ടി അവനെയും എടുത്ത് പുരത്തിലെല്ലായിടത്തും കൊണ്ടു നടക്കുക. ഇവൻ കള്ളനാണ്, രാത്രിയിൽ വന്ന കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊട്ടും മേളമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോവുകയാണ് രാക്ഷസരെല്ലാവരും കൂടി. അതിൽ കൂടി കൊണ്ടു തുടങ്ങി കുറെ ചെന്ന് കഴിഞ്ഞപ്പോഴും ശരീരത്തിൻ്റെ വലിപ്പം കുറച്ചിട്ട് അപ്പോൾ കെട്ട് അഴിഞ്ഞല്ലോ. ചുമന്നവരെ ഒക്കെ കൊന്നിട്ട് ചാടി ഗോപുരത്തിന് മുകളിൽ കയറി. ആ കെട്ടിടങ്ങളുടെ എല്ലാം മുകളിലൂടെ ചാടി എല്ലാ കെട്ടിടങ്ങളും തീ വച്ചു. അവിടെ ഉള്ളവരെല്ലാവരും അതിലെയും ഇതിലെയും പാഞ്ഞും മരിച്ചും രാവണനെ ശപിച്ചുകൊണ്ടുവരുന്നു. വിഭീഷണൻ്റെ വീടൊഴിച്ച് ബാക്കി എല്ലാ വീടും തീ വച്ചിട്ട് മാരുതി കടലിലെ ജലത്തിൽ വാലുമുക്കി അഗ്നി കെടുത്തി. അഗ്നിയുടെ താപം ഹനുമാന് അനുഭവപ്പെട്ടതേയില്ല. പാവക ദേവന് നല്ലൊരു ഭക്ഷണമാണല്ലോ കൊടുത്തത്. പിന്നെ വായുദേവൻ്റെ സ്നേഹിതനുമാണല്ലോ അഗ്നിദേവൻ. കൂടാതെ സീതാദേവിയുടെ പ്രാർത്ഥനയും ഹനുമാന് തുണയായി. വീണ്ടും മാരുതി ദേവിയുടെ അടുത്തെത്തി, എൻ്റെ ദുഃഖങ്ങളെല്ലാം ഭഗവാനെ കണ്ടതിനാൽ അകന്നിരിക്കുന്നു എന്ന് സീത പറഞ്ഞു. അപ്പോൾ തൻ്റെ ചുമലിൽ കയറിക്കോളൂ, ഭർത്താവിനടുത്ത് എത്തിക്കാമെന്ന് ഹനുമാൻ പറഞ്ഞു. പക്ഷേ അത് തൻ്റെ ഭർത്താവിൻ്റെ കീർത്തിക്ക് ഹാനികരമാണെന്നും കടൽ കടന്ന് സൈന്യസമേതം വന്ന് രാവണനെ വധിച്ച് തന്നെ കൊണ്ടുപോകണമെന്നും ദേവി അറിയിച്ചു. യാത്ര ചോദിച്ച്
മാരുതി തിരികെ കടൽ ചാടിക്കടന്നു. അലറിക്കൊണ്ട് മലമുകളിലെത്തിയ ഹനുമാനെ കണ്ടപ്പോൾ തന്നെ വാനരന്മാർക്കെല്ലാം മനസ്സിലായി, കാര്യം സാധിച്ചിട്ടാണല്ലോ വരുന്നത്. വാനരന്മാർ ആഹ്ലാദിച്ചു. ഹനുമാൻ ചാടിയെത്തി ദേവിയെ കണ്ടു എന്ന് ആദ്യമേ വിളിച്ചു പറഞ്ഞു. പിന്നെ വിശദ വിവരങ്ങളും എല്ലാം പറഞ്ഞു. ശ്രീരാമനെ അറിയിക്കാൻ ദ്രുതഗതിയിൽ പോയ വഴി സുഗ്രീവൻ കാര്യമായി പരിപാലിക്കുന്ന ഒരു വനമുണ്ട്, മധുവനം എന്ന് പറഞ്ഞ ഒരു ഉപവനം ഉണ്ട്. അത് കണ്ട് വാനരന്മാർ വളരെ ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. ഭക്ഷണമൊക്കെ കുറേ കാലമായിട്ടുള്ള നന്നായിട്ട് ലഭിച്ചിട്ട്. അപ്പോൾ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. അവരെ തടഞ്ഞ സുഗ്രീവൻ്റെ അമ്മാവനുണ്ട്, ദധിമുഖൻ ആണ് അവിടം പരിപാലിക്കുന്നത്. ആ ദധിമുഖനെ അവർ ഉപദ്രവിച്ചു. എന്നിട്ട് പഴങ്ങളും പറിച്ചു നിന്ന് അവിടെയുള്ളതെല്ലാം കഴിച്ച് അപ്പോൾ ഈ ദധിമുഖൻ ഓടി സുഗ്രീവൻ്റെ അടുത്തെത്തി പറഞ്ഞു, ദേ അംഗദനും ഹനുമാനും എല്ലാവരും കൂടി മധുവനം മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ സുഗ്രീവന് മനസ്സിലായി, വെറുതെയൊന്നും അവരെ ചെയ്യില്ലല്ലോ, അവരെന്നെ ഭയമുള്ളവരാണല്ലോ, അവർ കാര്യം സാധിച്ചിട്ട് വരികയാണ് എന്ന് മനസ്സിലായ സുഗ്രീവൻ ഉടനെ ഓടി ശ്രീരാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ദേ അവർ വന്നിട്ടുണ്ട്, അവരെ മധുവനം മുഴുവൻ കയ്യേറി എല്ലാം കഴിച്ചിട്ടൊക്കെയാണ് പോരുന്നത്, അപ്പോൾ കാര്യം സാധിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴേക്കും ഹനുമാനും സംഘവും എത്തി. രാമരാമേതി മന്ത്രവുമായി അശോകവനിയിലിരിക്കുന്ന സീതാദേവിയുടെ കാര്യങ്ങളും ലങ്ക നശിപ്പിച്ച കാര്യങ്ങളും എല്ലാം അറിയിച്ച ഹനുമാനെ ശ്രീരാമൻ മാറോടണച്ച് ആശ്ലേഷിച്ചു. നാളെ നമുക്ക് യുദ്ധകാന്ഡം തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്.